ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഇപ്പോൾ വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ആരാ? എ.ബി. ഡിവിലിയേഴ്സ്. ആ മനുഷ്യന് അപ്പോൾ വിരമിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് പുള്ളി ഇപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആവോ? 2 ദിവസം മുമ്പ് മാസ്റ്റേഴ്സ് 27 ബോൾ സെഞ്ചുറി അടിച്ചവനാ. വിരമിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഡിവിലിയേഴ്സ്? ഏതായാലും നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി എടുത്തതിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കണം എന്ന തരത്തിൽ ചില ആളുകൾക്കിടയിൽ അവിടെ എവിടെയായി മുറുമുറുപ്പ് ഉയർന്നത് കൊണ്ടായിരിക്കാം എ.ബി. ഡിവിലിയേഴ്സിൽ നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. പുള്ളി പറയുന്ന രോഹിത് ഗുരുനാഥ് ശർമ്മ ഇപ്പോൾ വിരമിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ബാറ്റർ എന്ന നിലയിലും വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം നേടിയ 76 റൺസ് മുന്നിൽ നിന്ന് നയിക്കുന്നതിൻ്റെ ഒരു പോരാട്ട വീര്യം. അത് മാത്രമല്ല, ഇന്ത്യയുടെ തിരിച്ചുവരവിനും വിജയത്തിനുമെല്ലാം ബേസിക് സ്റ്റോൺ, അടിസ്ഥാന ശിലയായി മാറിയത് രോഹിതിൻ്റെ ആ ഒരു ഇന്നിങ്സ് ആണ്. അത്തരത്തിൽ ഒരു ലീഡിംഗ് പാടവും ബാറ്റിംഗ് എബിലിറ്റിയും ഉള്ള കാലത്തോളം രോഹിത് വിരമിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യേണ്ടെന്നാണ് ഡിവിലിയേഴ്സ് പറയുന്നത്. സത്യമാണ്. രോഹിത് വിരമിക്കണം വേണ്ട എന്നുള്ളത് മറ്റുള്ളവരുടെ കാര്യം. ഡിവിലിയേഴ്സ് ഒരിക്കലും ആ സമയത്ത് വിരമിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഡിവിലിയേഴ്സിൽ ഇനിയും ക്രിക്കറ്റ് ബാക്കിയുണ്ടെന്ന് ഇപ്പോഴും പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് വേണമെങ്കിൽ ഒരു IPL കൂടി കളിക്കാനുള്ള ബാല്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് വിരമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലാതെ ഉരുവിട്ട് വിരമിച്ചിട്ട് പോയിട്ട് ഇപ്പം രോഹിത് വിരമിക്കേണ്ടെന്ന് എന്തോ.